ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ലൈവായിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാ അർത്ഥത്തിലും ഇതൊരു സുപ്രഭാതം തന്നെയാണ്. ഒരു സിനിമയുടെ വഴിയെ രാവിലെ തന്നെ നമ്മൾ ഏറെ സന്തോഷപൂർവ്വം ക്രൗൺ പ്ലാസയിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര സിനിമ എന്ന് തീർത്ത് പറയാം. മലയാള സിനിമയിൽ ചരിത്രം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു സിനിമ. Once the movie gets released, I'm sure all of us Malayalis will be super proud about the movie. Which is the movie? You know, it is on the desk, Brahmayugam, The Age of Madness. എന്ന് പറയുമ്പോൾ ഒരു വലിയ കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? Everybody together? Thank you so much. Well, സിനിമയുടെ ജോൺറ് എന്താണെന്ന് അറിഞ്ഞപ്പോൾ, സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മലയാളി പ്രേക്ഷകരെല്ലാം വളരെ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ വർഷം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 17 2023, which also happened to be ചിങ്ങം 1, വളരെ അവിചാരിതമായിട്ടാണ്, കോയിൻസിഡൻഷ്യൽ ആയിട്ടാണെങ്കിലും നമ്മൾ അന്ന് ഐശ്വര്യമായിട്ട് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു, ചിത്രീകരണം പുരോഗമിച്ചു, ചിത്രീകരണം പൂർത്തിയായി. ആ ഒരു കാലയളവിൽ we got to see the first poster of the movie, we got to see the teaser of the movie. So ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ആവേശം ഓൾമോസ്റ്റ് ഡബിൾ ആയി. ചിത്രം പൂർത്തിയായി, ചിത്രീകരണത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് അവസാനിച്ചു. സിനിമയുടെ റിലീസ് ഡേറ്റും വന്നു, വിച്ച് ഇസ് February 15th. അങ്ങനെ ഇരിക്കവേ 2 ദിവസം മുമ്പ് യൂട്യൂബിനെ പിടിച്ചു കുലുക്കി സിനിമയുടെ ട്രെയിലർ അവതരിച്ചു. ആൻഡ് ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. എത്ര തവണ നമ്മളെല്ലാവരും ആ ട്രെയിലർ കണ്ടു എന്നുള്ളതിന് ഒരു കൈയും കണക്കുമില്ല. അതിനൊക്കെ റിസൾട്ട് ആയതിന് നമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഏതാണ്ട് 3 million+ വ്യൂസ് നമ്മൾ ഹിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ക്ലിയർ, വി ആർ ട്രെൻഡിങ് നമ്പർ 1 ഓൺ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു വലിയ കൈഡി കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇല്ല. സോ ഡെഫിനറ്റ്ലി ഇനി അങ്ങോട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ FDFS കാണാനുള്ള ടിക്കറ്റിനായുള്ള പരക്കം പാച്ചിലാണ് നമ്മൾ ഓരോരുത്തരും. വി കാൻ വെയിറ്റ് ടു സീ ദ മൂവി ഓൺ തിയേറ്റേഴ്സ്. ബട്ട് അതിനു മുമ്പ് ദ ടീം ഇസ് ഓൾ സെറ്റ് ടു ഗ്രീറ്റ് ആൻഡ് മീറ്റ് ദി മീഡിയ. തിയേറ്ററിൽ പ്രേക്ഷകർ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങളാണ് സിനിമയുടെ സന്ദേശങ്ങളും സിനിമയുടെ മറ്റു കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങളുമായിട്ട് ഒരു സംവാദത്തിന് നമ്മുടെ പ്രസ് മീറ്റിന് ടീം റെഡിയാണ്. അതിനു മുമ്പ് ഞാനൊന്ന് സൈഡിലേക്ക് മാറുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധയെ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നു നമ്മുടെ സിനിമയുടെ ട്രെയിലർ ഫോർ വൺ മോർ ടൈം, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാണ്, കൂടുതലായിട്ട് ഒരുപാട് ആലങ്കാരികമായിട്ട് നേടിയെടുത്തിട്ടുള്ള അംഗീകാരങ്ങളെല്ലാം എണ്ണി പറഞ്ഞ് വെൽക്കം ചെയ്യരുത് എന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ഇക്ക, നമ്മുടെ പൊന്നിക്ക മമ്മൂക്ക വേദിയിലേക്ക് നിറഞ്ഞ കൈയോടെ സ്വാഗതം ചെയ്യുന്നു. കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഡയലോഗിൽ നിന്ന് ശേഷം നമ്മൾ സ്ക്രീനിൽ കാണാൻ പോവുകയാണ്. സോ പ്ലീസ് ഹാവ് എ സീറ്റ് ആൻഡ് നൗ ദി ഡെസ്ക് ഇസ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾക്ക് നേരെ നമ്മളെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആൻഡ് ടോക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേടുകയാണ്. ഒത്തിരി വെയിറ്റിംഗ് ആണ് നിങ്ങൾ 15-ാം തീയതിക്ക് വേണ്ടി. മമ്മൂക്ക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മമ്മൂക്ക അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ
തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും. നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തും ഒരിക്കലുമില്ല. അതൊരു ഒരു എന്താ പറയുക, ശൂന്യമായ മനസ്സോടെ വരുന്ന സിനിമ. സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത് എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാനൊക്കെ അല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രം. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ, ഇതിനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് എങ്ങനെ ടിഡിക്ക് വേണ്ടി പിടിയിട്ടു ഇല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നത്. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ പറയും. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കുന്നത്, അങ്ങനെയുള്ളൂ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ട്. പണ്ട് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് ഇത് വരുമ്പോൾ ഒരു പ്രസക്തി എത്രമാത്രം ഉണ്ടാകും? പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക, ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഒരു അത് പല ഹോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളുണ്ട്, ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 എടുത്തത്. അപ്പോൾ അത് അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടേ വരണം, വേണ്ടേ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ഇവരെല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്കും, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. പിന്നെ ഈ ചിത്രം ഒരു ടൈം ലൂപ്പാണ്. അല്ല, ടൈം ലൂപ്പാണ്. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് ടൈം ലൂപ്പൊന്നുമല്ല. പക്ഷെ അത് കുറച്ച് എക്സ്പെരിമെന്റൽ പരിപാടിയുണ്ട്. നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കുണ്ട്. അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത്. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു ഇനീഷ്യൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ മമ്മൂട്ടിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് ഒരു കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ? പറഞ്ഞ ഒന്നും മനസ്സിലായി. 2-3 ദിവസം കൂടെ ഉള്ളൂ. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് സിനിമ അല്ലേ? അങ്ങനെ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിയാം. അടുത്തടുത്ത് ജനിച്ചിട്ടാണ് അത്ര പരിപാടി. സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ കഥാപാത്രങ്ങൾ, അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ
അതിൻ്റെ ആസ്വാദനം കൂടും. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനം. ഇപ്പോ എല്ലാ സിനിമ എല്ലാവരിലും ഒരു മമ്മൂക്ക ആരാധകനുണ്ട്. അപ്പോ മമ്മൂക്കയുടെ ഈ ഡേറ്റ് കിട്ടുക അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ഒരു തോട്ട് അവിടെ എപ്പോഴും റെലവെന്റ് ആണ്. ഇപ്പൊ അൻവർഷിതൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമയായിട്ട് മമ്മൂക്ക ഇതൊരു വേഷം കിട്ടില്ല, അങ്ങനെ അണ്ണൻ നമ്പിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോൾ ഒരു മെയിൻ റിസ്ക് ഫാക്ടറാണ്. ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. ഒരു 10 കൊല്ലത്തിന് ശേഷം ഭൂതകാലം വന്ന് അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദ ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിരുന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇക്ക, അത് ഞാൻ പറയും ഇക്ക, അത് അപ്പം തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. പ്രമേയം എന്ന സിനിമയുടെ ടൈറ്റിൽ ഓനോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടണമെന്ന് അതിന്റെ പോസ്റ്റേഴ്സ്, ഓരോ പോസ്റ്റർ കാണുമ്പോഴും അതിനകത്ത് ഇനി ഒരുപാട് മിസ്റ്ററീസ് ഒതുങ്ങിയിരിക്കൊണ്ട് ഫീൽ കിട്ടുന്നുണ്ട്. അതൊരു ഹൈപ്പാണല്ലോ. നമ്മൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രേക്ഷകനും അതിനെ ഫീൽ ചെയ്യുന്നില്ല. ഓരോ പോസ്റ്ററിനും അത്രയും ഇനി ഒരുപാട് മിസ്റ്ററി അതിനകത്ത് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന പോസ്റ്റർ പോലും അത്രയും ഡീറ്റെയിലിംഗ് ആണ്. സിനിമയിൽ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുണായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള. അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. കോമഡി ഫിലിംസ് കാണും, റൊമാൻറ്റിക് ഫിലിംസ് കാണും, പല ജോണറുള്ള ഫിലിംസും കാണും. പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കുന്നില്ല. ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ടോ ഒരു അന്വേഷണത്തിൽ എന്നാണ് കണ്ണൂർ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രഹ്മയുഗത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിൽ തന്നെ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം. അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്ന കലാകാരന്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് വിചാരിച്ച കാര്യങ്ങളല്ല. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് എങ്ങനെ ഈ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കസച്ചറ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്.
നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോൾ അത് ഇപ്പോൾ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പ ആയാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ മമ്മൂക്ക എന്ന താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെ തുടർന്നു പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അതൊരു പരീക്ഷണമാണ്. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതം കൊള്ളുന്നു മാത്രം. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രമുഖത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിലൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഉണ്ടയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും, അത് പറയാനുള്ളപ്പോൾ. പക്ഷെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൊളിയായിരുന്നു. ഇംഗ്ലീഷിലും കുറച്ച് മുമ്പ് ഇറങ്ങി ഈ ട്രെയിലർ കണ്ടപ്പോൾ അല്ല അങ്ങനത്തെ പടം ഈ ഹൊററിന്റെ ഒരു ഇത് ബ്യൂട്ടി ടു ഇറ്റ്. അറ്റ് ദ സെയിം ടൈം പ്ലോട്ട് വിൽ ബി ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതിന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗെറ്റ് ഔട്ട് എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷെ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. ഇപ്പൊ ഇതിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്കയുടെ വിരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ഒരേ വിധത്തിലുള്ള ഒരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ സ്റ്റില്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ്, കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അതിനല്ലേ ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ട്? അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം തന്നെ അല്ല, അപ്പൊ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചതും പറ്റൂല. എന്ത് കാണാൻ? നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. വയസ്സായ കഥാപാത്രത്തിന് വേണ്ടിയുള്ള
കേൾക്കണം. എഫർട്ട് എടുക്കുന്ന സിനിമ കാണാം, പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ചോദ്യം. നമുക്ക് ചെയ്യുന്ന ഓരോ കഥാപാത്രമായാലും ഒരു യൂണീക്ക് ആയിട്ട് സ്കില്ലുണ്ടാവും. അത് ആ കഥ ആക്ഷൻ ആയിരിക്കാം, എക്സ്പ്രഷൻ ആവാം. ഇപ്പൊ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും അവസാനം ആ വെടത്ത് എടുക്കുന്ന ഒരു സാധനമുണ്ട്. അത് മമ്മൂക്കായിട്ടായിരുന്നു, അത് ഡയറക്ടർ തന്നെ പറയുമായിരുന്നു ഇങ്ങനെ വേണം എന്റെ ക്യാരക്ടർ ചെയ്യാൻ. അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. അല്ല, ടീസറിന്റെ അവസാനം വെടത്ത് എടുക്കുന്ന സീനുണ്ടല്ലോ, Yeah. അത് അങ്ങനെ അത് ഫേസ് തിരിക്കാതെ തന്നെ ഇങ്ങനെ അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. മമ്മൂക്ക തന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞു മമ്മൂക്ക വെക്കണ രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു, ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടൂവേഴ്സ് ചെയ്യേണ്ട ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. So, yeah. ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോൾ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്, അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഐതിഹ്യമാലയിൽ ബാലശാസ്താവിനെ ഉപവസിക്കുന്ന ഒരു കുഞ്ചവൻ കോട്ടി എന്ന ഒരു ഫേമസ് ആയ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ അതുമായിട്ട് ബ്രഹ്മയുഗത്തിലുള്ള സാമ്യങ്ങൾ ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞു. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. പക്ഷേ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി.ഡി. സാറുമാതിരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി.ഡി. സാർ ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ ലൈഫ് സ്റ്റോറിയോ ഇത് ഫാമിലിയോ ഇഷ്ടമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പം മലയക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹമാണ്. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിലിട്ടിട്ട് പോയിട്ടേ. നമുക്ക് ടർബോ തിയേറ്റർ കുലുക്കും, ഇപ്പൊ കുലുക്കല് ട്രെൻഡാണല്ലോ. രാഹുലേട്ടന് ഫേസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തില്? ഫേസ് ചെയ്ത
എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കടൊപ്പം ആദ്യം ആക്ഷൻ കണ്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും Yeah. മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതിൽ ഫേസ് ചെയ്തിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വാസ് വെരി സപ്പോർട്ടീവ്. നമ്മളത് അറിയില്ല ആക്ച്വലി. ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്കറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോട്ട് എടുക്കാനുള്ള എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം വിത്ത് എവരിബഡി. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നിട്ടുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചാലഞ്ചിങ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീമാണ്. ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരി ഗുഡ്. ജെഡിയാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ലൈക്ക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. മൈ എഡിറ്റർ ഷഫീഖ് ഈസ് ഡൺ എൻ അമേസിംഗ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ 2 ADs ആണ്. പൂമണി മാളിക എന്ന് പറഞ്ഞ പാട്ട് അമ്മു മറിയ അലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകൻ ദിന്നാഥ് പുത്തഞ്ചേരിയാണ് 3 പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. അമല, ഇപ്പോ ഇതൊരു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റിസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അറിയില്ല, പറയാൻ പറ്റില്ല. അതാണ് കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ചെയ്യാൻ പറയുന്നത്. അത് ഭയങ്കരമായിരുന്നു. അതായത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ടില്ല, അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ ആ സമയത്ത് 21 വയസ്സുള്ള മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞാൽ മോശം സിനിമയൊന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പൊ പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്? സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയാം. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറുകളൊന്നും നമുക്ക് തോന്നുന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? ഇപ്പൊ ഏകദേശം തീരാറായി കാര്യങ്ങൾ. അല്ല, ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നത്. ഒന്നും ചോദിക്കുമെന്ന് പറയാം. സിനിമയെ കുറിച്ച് അതിൽ കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ. എന്നാലേ കുറച്ച് ഇന്നല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കാണും. എന്നിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മലയാള സിനിമയിൽ ഒരു ഹൊറർ ചിത്രങ്ങൾ ഒരു ട്രാക്കിൽ പോകേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അങ്ങനത്തെ ചിത്രങ്ങൾ വന്ന സമയത്ത് അവനോട് തന്നെയല്ല ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, പുറത്തുനിന്ന് ഒരാൾ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അങ്ങനത്തെ ഒരു ട്രാക്ക് പോകുന്ന സമയത്ത് ഭൂതകാലം പോലൊരു ചിത്രം വരുന്നു. അതായത് അവരവരുടെ പ്രശ്നം അവരുടെ ഇമോഷണൽ ഒരു ചിത്രം. അത് വളരെ ചേഞ്ചാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയത്. ബ്രഹ്മേകം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത് എന്ത് ചേഞ്ച് ആയിരിക്കും?
ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇക്ക മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്കും, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ പടത്തിന്റെ ട്രെയിലർ 4 ഭാഷകളിലാണ് ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തത് അവിടെയൊന്നും നടന്മാർക്ക് സാധിക്കാൻ കഴിയാത്ത സിറந்த നടികർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അതിന് മമ്മൂക്ക എങ്ങനെ നോക്കിയിട്ടാണ്? സിറந்த നടികർ എന്നോ നിങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എൻ്റെ തമിഴാണെന്നേ ഉള്ളൂ. കൊള്ളാവുന്ന ഒരു ആക്ടർ. താങ്ക് യു. ശരി.